ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് എങ്ങനെയാണ് റോളർ ബ്ലൈൻഡ് നമ്മുടെ വിൻഡോയിൽ ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് B&Q എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചൊരു ബ്ലൈൻഡാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ടോ? ഇതെനിക്ക് തോന്നുന്നു അവരുടെ എസെൻഷ്യൽ ഒരു ഐറ്റംസിൻ്റെ അകത്ത് വരുന്നതാണ്. ഇതെല്ലാം B&Qൻ്റെ പ്രൊഡക്ഷൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ വിൻഡോയുടെ വിഡ്ത്ത് നമ്മൾ എടുത്തിട്ട് അതിനനുസരിച്ചാണ് ബ്ലൈൻഡ് മേടിക്കേണ്ടത്. ഇതാണ് വിൻഡോയുടെ വിഡ്ത്ത് വരുന്നത് കേട്ടോ. 90 സെൻറ്റിമീറ്റർ, 90 വരുന്നില്ല, ഒരു 87 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഒരു കുറച്ച് ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കും. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനമാണുള്ളതെന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഈ റോളിംഗ് പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതുണ്ടോ? ഇതാണ് റോളിംഗ് പോർഷൻ വരുന്നത്. ഞാൻ പിന്നെ സ്ട്രെച്ച് ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇതാണ് ആക്സസറീസ്, കുറച്ച് സാധനമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉണ്ടോ. ഇതിനെക്കുറിച്ചെല്ലാം അറിയാൻ മേലാത്തവർക്ക് ഈ ഒരു മാനുവലിൻ്റെ അകത്തെ ഫിക്സ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എൻ്റെ അകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് വന്ന ആക്സസറീസാണ് ഈ കാണിക്കുന്നത്. ഇതുണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് വേണമെങ്കിൽ ലെഫ്റ്റിൽ, അല്ലെങ്കിൽ റൈറ്റ് വേണമെങ്കിൽ റൈറ്റിൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ലിഫ്റ്റ് ചെയ്യാനും അതുപോലെ താക്കാനും പറ്റും. അതുപോലെ ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് വരണ്ടാണ് കേട്ടോ. ഇതിങ്ങനെ വരണ്ടാണ്. കാണുമ്പോൾ അറിയാം. ഇതുണ്ട്, ഒരു ചെറിയൊരു പലിച്ചക്കറമ്പ് ഒരു സാധനം ഇതിവിടെ ഇങ്ങനെ ഫിറ്റായിട്ടിരിക്കും. എങ്കിൽ മാത്രമേ ഈ സംഭവം തിരിക്കുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഈ ഒരു സംഭവം മാത്രം കറങ്ങത്തുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയാണ് ഇത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് അപ്പുറത്തെ സൈഡിൽ വരുന്നതാണ്. ഏതെങ്കിലും റൈറ്റിലോ ലെഫ്റ്റിലോ വരുന്നതാണ്. ഇനി നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ. പിന്നെ ഇതും വന്നിട്ടുണ്ട് കേട്ടോ. ഈ സാധനം കണ്ടോ, ഈ ഒരു റോഡ് ഇത് ഇങ്ങനെ പോകണം കേട്ടോ. അത് ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് ഈ ഒരു റോഡിന് അത്യാവശ്യം ചെറിയ കനമുണ്ട്. എങ്കിൽ മാത്രമേ ഇത് താഴോട്ട് വലിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ സാധനം നമ്മൾ ആദ്യം ഇതങ്ങ് ഇടുക. ഇത് കറക്റ്റ് അളവിലായിരിക്കും വന്നേക്കുന്നത് ഈ താഴത്ത് കണ്ടോ. അതുകൊണ്ട് ഇതിപ്പം താഴോട്ടൊരു ഒരു കനമായതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാലും നല്ല നീറ്റായിട്ടിരിക്കണം. നമ്മളിത് ഈ സാധനം ഇങ്ങനെ ഇടുക. ഇട്ടിട്ട് നമ്മൾ ഇവിടെ ഇതുണ്ട്, ഇതുപോലെ ചെറിയൊരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങും ഈ ഒരു കട്ടിങ് ഒരുപോലെ വന്നിട്ടുണ്ടോ. ഇങ്ങനെ നമ്മൾ കയറ്റി വെക്കുക കണ്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡും ഓക്കെ, ഈ സൈഡും ഓക്കെ. ഈ സാധനം തന്നിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ സാധാരണ ഡോറിൽ ഇത് ബ്ലൈൻഡായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സംഭവമാണ് ഇത് കേട്ടോ. ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കയറ്റുക. അതിനുശേഷം ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിടുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് തരുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് കിട്ടത്തില്ലേ, ഈ ഒരു ഗ്യാപ്പ് നമ്മുടെ ഡോറിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ താത്തിടുക. എന്നിട്ട് നമുക്ക് ബ്ലൈൻഡിന് യൂസ് ചെയ്യാം. പക്ഷേ ഇത് നമുക്കിപ്പം വേണ്ട. എന്ന് വെച്ചാൽ നമ്മൾ വിൻഡോയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ സാധനം നമുക്ക് വേണ്ട. കുഴപ്പമില്ല. ഇതിൻ്റെ അത് 90 സെൻറ്റിമീറ്റർ നമ്മൾ പിടിക്കുക. എന്നിട്ട് ഇവിടെ ഈ സംഭവം നമ്മൾ വെക്കുക. ഈ രണ്ട് സൈഡത്തെ ക്ലിപ്പ് നമ്മൾ വെക്കുക. അതിന് മുമ്പായിട്ട് നമ്മളൊരു പെന്നോ എന്തെങ്കിലും എടുത്തൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പെന്നോ എന്തെങ്കിലും എടുക്കുക കേട്ടോ. അല്ലേ, ഇത് ഇവിടെ എനിക്ക് 90 ആണ്. അപ്പോൾ 90 ഇവിടെ ഞാനൊരു മാർക്ക് ചെയ്യണേ. അതുപോലെ അവിടെ ബിഗിനിങ് മാർക്ക് ചെയ്തേ. അത് ബിഗിനിങ്ങിൽ മെറ്റൽ പാർട്ടിൻ്റെ അവിടെ താഴോട്ട് വരച്ച നന്നായിട്ട്. ഇപ്പം നമ്മളിനി അടുത്ത ചെയ്യേണ്ടത് ഇതല്ലേ മറിക്കേ, ഇതല്ലേ, ഇതായിരുന്നു. അത് നമ്മൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ലൈൻ വെച്ചിട്ട് നമ്മൾ 2 ഹോൾ ഇടാനുള്ള 2 ചെറിയ വര വരയ്ക്കണ്ടോ. 1 2 നമ്മളിവിടെ 2 ഹോൾ ഉണ്ടാണ് കേട്ടോ. ഞാൻ ഇതുകൊണ്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ ചില വൃത്തികേടായാലും കുഴപ്പമില്ല കേട്ടോ. 1 ചെയ്തിട്ട് ഇനി അടുത്തത് ഇപ്പുറത്തെ സൈഡിൽ അത് എടുക്കുക കൃത്യം കേട്ടോ. ഇതെടുക്കുക. എന്നിട്ടുന്നുണ്ട് ഈ ഒരു ലൈനില്ലേ, ഇതാണ് ഔട്ട് സൈഡാണ് 90 വന്നത്. അപ്പോൾ നമ്മളിത് കറക്റ്റ് പിടിച്ചിട്ട് ഇവിടെ 2 ഇത് 1 ഇതുണ്ടോ. ഇവിടെ 2 ഹോൾ ഇടേണ്ടതാണ് കേട്ടോ. അതാണ് ഇവിടെ 2 ഇതിട്ട് വരച്ചത്. അതുപോലെ ഇതും കണ്ടോ, ഇവിടെ 2 ഹോൾ ഇടേണ്ടതാണ് കേട്ടോ. അപ്പോൾ അവിടെ 2 അടുത്തത് ഹോൾ ഇടുക എന്നുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഡ്രില്ല് കൊണ്ട് അവിടെ ഹോൾ ഇട്ടതിന് ശേഷം ഈ വോൾ പ്ലഗ് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോഴും ഇതിനെക്കാട്ടിലും കുറച്ച് ചെറുതുള്ള എടുക്കണം കേട്ടോ.
അപ്പോൾ നമുക്ക് വലുതാക്കണേ വെച്ചാൽ അകലം നമുക്കൊന്ന് വലുതാക്കി കഴിഞ്ഞാൽ ഓക്കെ. അതിന് വരെ വലുതാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നിനും കൊള്ളത്തില്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നില്ല, ഇതിനെക്കാട്ടും ഒരു പൊടിക്ക് ചെറുതായിട്ടുള്ള ഒരു സംഭവം, ഒരു ഡ്രിൽ എടുക്കുക കേട്ടോ. ഡ്രിൽ ബിറ്റ് എടുക്കുക. ഹോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പുറം പോലെ നമ്മൾ 2 ഹോൾ അടിക്കണം. ഇതാണ് നമ്മൾ ഹോളിന് കുറച്ച് മുമ്പ് ഇട്ട ആ ഒരു മാർക്കിങ്. ഓക്കെ, ഇപ്പം നമ്മൾ അത് രണ്ടും സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ വോൾ പ്ലഗ് എടുത്ത് ഇതിൻ്റെ അത് വെക്കണം കേട്ടോ. ഇപ്പോൾ ഈ വോൾ പ്ലഗ് വെക്കുകയാണ് കേട്ടോ. 4 എണ്ണം വെക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു സംഭവം അവിടെ സ്ക്രൂ ചെയ്ത് വെക്കുക. 2 സ്ക്രൂ എടുക്കുക, ചറവറ ചെയ്യണം. അപ്പോൾ ഇവിടെ ലൈൻ ഉണ്ട്, അത് കറക്റ്റായിട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും വോൾ പ്ലഗ് വെച്ചിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം വെക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു പാട്ടും കൂടി കാണാൻ പറ്റും കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളങ്ങ് വെക്കുക. അതിന് ശേഷം വൺ സൈഡ് അപ്പുറത്തെ സൈഡ് ഇത് നമ്മൾ ഫിക്സ് ചെയ്യുക. അതിന് ശേഷം ഈ സാധനം ഇങ്ങനെ അടിയിൽക്കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് കയറ്റി വെച്ചതിന് ശേഷം ഈ ഒരു ക്ലിപ്പ് എടുത്തിടുക. ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ സാധനം കയറ്റി ലോക്ക് ചെയ്യാനും പറ്റും കേട്ടോ. ഇതങ്ങനെയൊക്കെ വളരെയധികം ഞാൻ കണ്ടില്ല ഇങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ചിലപ്പോൾ ഇത് അറിയത്തില്ല എന്തിനു വേണ്ടിയുള്ള സാധനമാണെന്ന് പോലും. അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് ഇതുപോലെ ഡ്രിൽ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഈ ബ്ലൈൻഡ് ഇവിടെ ഹാങ് ചെയ്യാൻ പോവാണ്. ഈ ചെറിയ 2 ക്ലാമ്പ് കൊടുത്തിട്ടില്ലേ അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആ സൈഡിൽ നിന്നാണ് കാണിക്കുക. ഈ സൈഡിൽ ഇതുണ്ട്, ഇതുപോലെ ഒരു പൽച്ചക്രമുണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ ഒരു പൽച്ചക്രമുണ്ട്. ഇവിടെ കുറച്ച് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്യാമറ കൊണ്ട് പ്രോപ്പറായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഇതുണ്ട്, ഇങ്ങോട്ട് അടുത്ത് കാണിച്ച് ഇങ്ങനെ മേളോട്ട് കയറ്റിയിട്ട് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിന് ശേഷം മറ്റേ ആ ഒരു ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് നമ്മൾ അകത്തോട്ട് ഇട്ട് വെക്കണം കേട്ടോ. ഞാൻ കാണിക്കുന്നു ഉണ്ടോ, ഒരു ഈസാണ് ഉണ്ടായി ഇട്ടു. ഇനി അടുത്തത് ഉണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത്, ഈ ഒരു സംഭവം നമ്മൾ കയറ്റി വെക്കാൻ പോകണേ. ഉണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ നമ്മൾ വെച്ചിട്ട് കയറ്റി വെച്ചാൽ മതി. ഉണ്ടോ, ക്ലിക്കായി ഇനി താഴോട്ട് പോകത്തില്ല. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതുണ്ടോ, ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നമ്മൾ പിടിക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ആടി ഒലിഞ്ഞതൊക്കെ പോവും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം സ്റ്റേബിളായിട്ടിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം തന്നിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ ഈ വോളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ 2 ഹോൾ ഇടാം. അതിന് മുമ്പായിട്ട് നമ്മളിത് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട്, ഒത്തിരി ടൈറ്റ് ആവരുത് കേട്ടോ, ഇച്ചിരി ഒരു നോർമലായിട്ടൊരു ടൈറ്റായിട്ട് വെച്ചിട്ട് 2 ഹോൾ ഇടാം. ഓക്കെ, അവിടെ ഒരു മെറ്റൽ പാർട്ടാണ് അത്ര പാട്. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ശകലം ഒന്നും കുഴപ്പമില്ല. കയ്യിലുണ്ടായിരുന്ന 2 വോൾ പ്ലഗാണ് ഇവിടെ അടിക്കുന്നത് കേട്ടോ. ഈ സാധനം തീർന്നു. ഇവിടെ ഇങ്ങനെ വെക്കുക, പ്രോപ്പറായിട്ട് നമ്മൾ അടിച്ചിട്ട് കേട്ടോ. ഇരുന്നും അടുത്തെടുക്കുക, അടിക്കുക കേട്ടോ. ഇതിന് ശേഷം 2 സ്ക്രൂ എടുക്കുക. സ്ക്രൂ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ, ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 സ്ക്രൂവും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ക്രൂ വെച്ചതങ്ങ് സെറ്റ് ചെയ്യാം. ആദ്യമേ ഫുൾ ടൈറ്റ് ആക്കുന്നതിന് ഒരു ഹാഫ് ടൈറ്റ് ആക്കുക. അതിന് ശേഷം താഴത്തെ കൂടെ വെച്ചതിന് ശേഷം 2 ഫുൾ ടൈറ്റ് ആക്കുക കേട്ടോ. രണ്ട് നമ്മൾ ടൈറ്റായിട്ട് വെക്കാം. ഇത്രേ ഉള്ളൂ കാര്യം കേട്ടോ. നമുക്കൊന്ന് കാണിക്കാം കേട്ടോ.